നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. റബ്ബർ വിലയും വികസനവും രാഷ്ട്രീയ വിവാദങ്ങളും എല്ലാം മണ്ഡലത്തിൽ ചർച്ചയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ മുന്നണികളുടെ പ്രതീക്ഷ എന്താണെന്ന് നോക്കാം. അജിത് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ചിറക്കടവ്, കാഞ്ഞിരപ്പള്ളി, മണിമല ഗ്രാമപഞ്ചായത്തുകളും ചങ്ങനാശ്ശേരി താലൂക്കിലെ കങ്ങഴ, കറുകച്ചാൽ, നെടുംകുന്നം, വാഴൂർ, വെള്ളാവൂർ ഗ്രാമപഞ്ചായത്തുകളും കോട്ടയം താലൂക്കിലെ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തും ചേരുന്നതാണ് കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലം. 2021 LDFിലെ N ജയരാജ് 13,703 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ കേരള കോൺഗ്രസിനായി ഹാട്രിക് വിജയം നേടുകയായിരുന്നു. LDFിനായി N ജയരാജ് 60,299 UDFിനായി ജോസഫ് വാഴക്കൻ 46,596 വോട്ടുകൾ നേടിയപ്പോൾ NDAയ്ക്കായി അൽഫോൺസ് കണ്ണന്താനം 29,157 വോട്ടുകളാണ് നേടിയത്. മണ്ഡലത്തിലെ വികസനമുയർത്തിയാണ് LDFിന്റെ പ്രചാരണം. N ജയരാജന്റെ ജനകീയതയും പൊതുസ്വീകാര്യതയും ഇത്തവണയും വോട്ടായി മാറുമെന്ന കണക്കുകൂട്ടലാണ് LDFിനുള്ളത്. മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് LDF സ്ഥാനാർത്ഥി പറയുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ 4ാമത്തെ സ്പോർട്സ് സ്കൂൾ കാഞ്ഞിരപ്പള്ളിയാണ് കേരളത്തിൽ ആരംഭിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. ഒരു സ്പോർട്സ് സ്കൂൾ കേരളത്തിൽ ഒരു വികസനമല്ല എന്ന് പറയാൻ പറ്റുമോ? 2, കാഞ്ഞിരപ്പള്ളിയിൽ ലളിതാംബി അന്തർജനത്തിൻ്റെ പേരിലുള്ള സാംസ്കാരിക കേന്ദ്രം, കേരളത്തിൽ 3 സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിൽ ഒന്ന് കാഞ്ഞിരപ്പള്ളിയിലാണ്. ഒരു കാലഘട്ടത്തിൽ മലബാറിൽ മാത്രമായിരുന്നു ഫോക്ലോർ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ. ഇന്ന് മധ്യ തിരുവിതാംകൂറിലേക്ക് ഫോക്ലോർ അക്കാദമി പ്രവർത്തനം കടന്നുകൊണ്ട് ഫോക്ലോർ അക്കാദമി തൊട്ടപ്പുറത്ത് കാണാൻ കഴിയും. ഇതോടൊപ്പം തന്നെയാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഇവിടെ ഈ ഇരിക്കുന്ന പഞ്ചായത്തിൽ നേഴ്സിംഗ് കോളേജ്, കേരള സർക്കാരിൻ്റെ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിലുള്ള നേഴ്സിംഗ് കോളേജ് ഇവിടെ ഉണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF പ്രതിസന്ധി നേരിട്ട മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. പല പേരുകൾ പരിഗണിച്ചിരുന്നെങ്കിലും ഒടുവിൽ പ്രാഥമിക ലിസ്റ്റിലില്ലാതിരുന്ന റോണി കെ ബേബി സ്ഥാനാർത്ഥിയായി. മണ്ഡലത്തിൽ ഇത്തവണ വിജയിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ് UDF. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9,800 വോട്ടുകളുടെ ലീഡ് UDFിനായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലവും UDFിന് ആത്മവിശ്വാസം നൽകുന്നു. ആർക്കും അസംതൃപ്തിയില്ലെന്നും കൂട്ടായ പ്രവർത്തനമാണ് മണ്ഡലത്തിൽ നടത്തുന്നതെന്നും UDF സ്ഥാനാർത്ഥി പറയുന്നു. ആരാണോ പാർട്ടി നേതൃത്വം സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അയാൾക്ക് വേണ്ടി പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുമെന്നുള്ള ഒരു ധാരണ ഞങ്ങളുടെ ഇവിടെയുള്ള ആളുകളുടെ ഇടയിലുണ്ടായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് ഇവിടെ ഒരു മത്സരബുദ്ധിയോടുകൂടിയല്ല, ആരാണോ പാർട്ടി നേതൃത്വം ആരെ തീരുമാനിക്കുന്നു അവർക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കും. കേന്ദ്രമന്ത്രിമാരായിരുന്നവർ തുടർച്ചയായി 2ാം വട്ടവും NDA സ്ഥാനാർത്ഥിയാവുന്ന മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. ജോർജ് കുര്യന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് NDA ക്യാമ്പിന്. യാതൊരു വികസനവും എത്താത്ത മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളിയെന്ന് ജോർജ് കുര്യൻ പറയുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനത്തെ തടയുന്നത് വിവാദത്തിലൂടെയാണ്. അത് ക്രെഡിറ്റിന് വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ ക്രെഡിറ്റിന് വേണ്ടി ഈ പാർട്ടികൾ, ഇവിടുത്തെ മുന്നണികൾ, മാറി മാറി വന്ന രാഷ്ട്രീയ പാർട്ടികളും മുന്നണികൾ ശ്രമിച്ച അവസരത്തിൽ ഇവിടെ വികസനമുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ക്രെഡിറ്റിന് വേണ്ടിയല്ല, ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയാണ്, നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത് എന്നാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം. റബ്ബറിന്റെ മണമുള്ള നാട്ടിൽ പോരാട്ടം കടുക്കുകയാണ്. കനത്ത ചൂടിലും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ന്യൂസ് മലയാളം, കോട്ടയം.